ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്കമാലി മാങ്ങാക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 15 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മളിത് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ തേങ്ങേൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു 1ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ കറി വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ട് ആ ഒരു പാൽ ഒഴിച്ച് കഴിഞ്ഞാലും ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരും. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലും വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.